പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശബ്ദമലിനീകരണത്തിനെതിരെ കർശനമായ നടപടികൾ ഉടനടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. ബോംബെ ഹൈക്കോടതിയുടെ ഈ വിധിയെ ചരിത്രപ്രധാനമായ വിധി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ലൗഡ് സ്പീക്കറുകളുടെ ഉപയോഗം ഒരു മതത്തിന്റെയും അനിവാര്യ ഭാഗമല്ല എന്ന് ജസ്റ്റിസുമാരായ AS ഗഡ്കരി, SC ചന്ദക് എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. മുംബൈയിലെ നെഹ്റു നഗർ, കുർല ഈസ്റ്റ് പ്രദേശത്തെ മസ്ജിദുകളിൽ നിന്ന് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ച് ശബ്ദമലിനീകരണം നടത്തുന്നതായിട്ടുള്ള പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. രാവിലെ 5 മണി മുതൽ അർദ്ധരാത്രി വരെ ലൗഡ് സ്പീക്കറുകൾ പ്രവർത്തിപ്പിച്ചത് നിവാസികളുടെ ആരോഗ്യത്തെയും ശാന്തതയെയും ബാധിച്ചതായിട്ടാണ് പരാതി. പോലീസ് ഇതിനെതിരെ ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തത് ഭരണഘടനയുടെ അനുച്ഛേദം 21 ജീവിക്കാനുള്ള അവകാശ ലംഘനമാണ് എന്ന് കോടതി സ്ഥിരീകരിച്ചു. നെഹ്റു നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ കൗശിക് മാത്രയാണ് ഈ വിഷയം കോടതിയിൽ എത്തിച്ചത്. കുർളയുടെ ചുനാഭട്ടിലും നെഹ്റു നഗറിലും നിരവധി പള്ളികളും മദ്രസകളും ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ പള്ളികളിൽ ഉച്ചഭാഷിണികൾ, മൈക്രോഫോണുകൾ, ആംപ്ലിഫയറുകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവയിൽ നിന്ന് സൃഷ്ടിക്കുന്ന ശബ്ദം അസഹനീയമാണെന്നും ഹർജിയിൽ പറയുന്നു. ചുനഭട്ടി നെഹ്റു നഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടെങ്കിലും പോലീസ് ശബ്ദമലിനീകരണം തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് മാത്രമേ ചൂണ്ടിക്കാണിച്ചത്. മതത്തിന് പ്രത്യേക ഇളവുകളില്ല. തുടർന്ന് എല്ലാ വശങ്ങളിൽ നിന്നും വാദങ്ങൾ കേട്ട ശേഷം മുംബൈ ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണെന്നും നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മതത്തിന്റെ പേരിൽ നിയമം മറികടക്കാൻ ആർക്കും അവകാശമില്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി. പ്രാർത്ഥനാലയങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 25 മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല എന്ന് കോടതി വ്യക്തമാക്കി. ശബ്ദമലിനീകരണം അനുച്ഛേദം 21 ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് എന്നും പോലീസ് നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് പ്രകാരം 2000 അത് ലംഘിക്കുന്നവനെതിരെ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പാണെന്നും കോടതി നിരീക്ഷിച്ചു. ആവശ്യമെങ്കിൽ ലൗഡ് സ്പീക്കറുകൾ പിടിച്ചെടുക്കാനും നൽകിയ അനുമതി റദ്ദാക്കാനും കോടതിയുടെ പുതിയ ഉത്തരവിട്ടു. ഓട്ടോമാറ്റിക് ഡെസിബൽ നിയന്ത്രണ സംവിധാനം എല്ലാ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലും നടപ്പാക്കാൻ സർക്കാരിനോട് കോടതി റെക്കമെൻഡ് ചെയ്തു. ശബ്ദനില മോണിറ്റർ ചെയ്യാൻ പോലീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കണം. ശബ്ദമലിനീകരണം റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് പോലീസ് കമ്മീഷണറെയോ അതല്ലെങ്കിൽ ഹെൽപ്പ് ലൈനെയോ അഥവാ 112 ഇതിനെയൊക്കെ ബന്ധപ്പെടാമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. പരാതിക്കാരുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. പൊതുവെ ആളുകൾ കാര്യങ്ങൾ അസഹനീയവും ശല്യവുമാകുന്നതുവരെ പരാതിപ്പെടാറില്ല എന്നാണ് ബെഞ്ച് നിരീക്ഷിച്ചത്. പരാതിക്കാരനെ തിരിച്ചറിയേണ്ട ആവശ്യമില്ലാതെ തന്നെ പോലീസ് അത്തരത്തിൽ പരാതികളിൽ നടപടി എടുക്കണം എന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു. പ്രത്യേകിച്ച് പരാതിക്കാർ ലക്ഷ്യമോ ശത്രുതയോ വിദ്വേഷമോ വളർത്തുന്നതോ ആകുന്നത് ഒഴിവാക്കാൻ ഈ നടപടി ഉപകരിക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ശബ്ദമലിനീകരണ നിയമങ്ങളുടെ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുമതികൾ പിൻവലിക്കാമെന്നും ഹൈക്കോടതി ബെഞ്ച് എടുത്തു പറഞ്ഞു. റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ പകൽ 55 ഡെസിബൽ, രാത്രി 45 ഡെസിബലുമാണ് ശബ്ദപരിധി. നിയമലംഘനത്തിനുള്ള ശിക്ഷ 5 വർഷം വരെ ജയിലോ 1 ലക്ഷം രൂപ പിഴയോ ആണ്. മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇതിൽ അവർക്കിടയിലെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഈ ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാതൃകാ വിധിയാണ് പൊതുപ്രവർത്തകൻ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതിയും നിരീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാനുള്ള മനുഷ്യാവകാശമുള്ള ഈ രാജ്യത്ത് ഈ 5 നേരവും മൈക്ക് കെട്ടിയുള്ള ഈ വിളിച്ചുകൂക്കലുണ്ടല്ലോ, ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ്. പടച്ചവന് ചെവി കേൾക്കാത്തത് കൊണ്ടാണോ, അതോ പടച്ചവനെ സാധാരണഗതിയിൽ ആളുകളെ അറിയിക്കാനുള്ള അപര്യാപ്തത കൊണ്ടാണോ? ഇനി അതല്ല, മനുഷ്യർക്ക് സമയം നോക്കാൻ അറിയില്ല എന്ന് പടച്ചവൻ നേരത്തെ തന്നെ വിധി എഴുതിയോ? പടച്ചവൻ പൊട്ടനാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പടച്ചവൻ വലിയവനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് പടച്ചവന് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. നമസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ബാങ്കും നമസ്കാരം തുടങ്ങുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇഖാമത്തും എന്നാണ് നമ്മൾ മതപരമായി പഠിക്കുന്നത്.
അപ്പോൾ ആ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ ബാങ്ക് ഒരു സംവിധാനം കണ്ടുപിടിക്കുന്ന സമയത്ത് അന്ന് ജൂതനൊന്നുമില്ല. അന്ന് ജൂതന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും വിപുലമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടവുമല്ല. ജൂതൻ അന്നും കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള തലച്ചോറ് വിശ്വാസികൾക്കും വേണമല്ലോ, അതുണ്ടായിരുന്നില്ല. അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമസ്കരിക്കാൻ ഒരിടത്ത് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് സംഘടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കാനുള്ള സമയമായി എന്ന് ആളുകളെ വിളിച്ചറിയിക്കുന്നത്? അതിനുവേണ്ടിയുള്ള കൂട്ടമായിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് നമുക്ക് മണിയടിക്കാമോ, അതല്ല ചെണ്ട കൊട്ടി വിളംബരം ചെയ്യാമോ, ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി നമസ്കാരത്തിന് സമയമായി എന്ന് പറയാമോ, അതോ ഏതെങ്കിലും ഒരു കുന്നിന്റെ മുകളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിന്ന് ഉറക്ക വിളിച്ചു പറയാമോ നമസ്കാരത്തിന് സമയമായി എന്ന്? എങ്ങനെ വിളിച്ചു പറയും? അങ്ങനെയാണ് പ്രവാചകന്റെ അനുചരന്മാർക്കും ഇടയിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടയിൽ ശരി, ഇത്തരം ഈരടികൾ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചു പറയാം. ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെയാണ് എന്ന് ഓർക്കണം. ജൂതന്മാര് താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ അവര് നോമ്പെടുക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ പ്രവാചകനായ മൂസാ നബിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ശരി, എന്നാൽ ഞങ്ങൾ അടുത്ത വർഷം 2 നോമ്പെടുക്കും. ഇങ്ങനെ അവരിൽ നിന്നും വ്യത്യസ്തമായി പ്രവാചകൻ ഓരോരോ ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ടുവന്നു. അവര് ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കണം. മീശയും താടിയും തലപ്പാവും വലതു ഭാഗത്തേക്ക് മുണ്ടുടുക്കുന്നതും തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ അങ്ങനെ കോപ്പിയടിച്ച് എതിർഭാഗം തിരിച്ചു കൊണ്ടുവന്നതാണ്. പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നോ? സത്യം പറയാൻ സന്മനസ്സുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. ജൂതൻ കണ്ടുപിടിച്ചതാണല്ലോ. പോട്ടെ, ഈ മൈക്ക് ഉപയോഗിച്ച് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പോവാൻ പറ്റുമായിരുന്നോ? ഉടുപ്പിന്റെ ബട്ടൺസ് എങ്കിലും ഇവർക്ക് ഇടാൻ പറ്റുമായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കറണ്ട് ഇല്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കാത്ത, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ബുക്കിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയാൽ പറ്റുന്നില്ല. ഗൂഗിൾ മാപ്പ് ഇല്ല. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ല പ്രവാചകൻ ജീവിച്ചിരുന്നെങ്കിൽ. കാരണം ഇതൊക്കെ ജൂതൻ്റെതാണ്. അപ്പോൾ ജൂതൻ ഉണ്ടാക്കിയ മീഡിയ ഉപയോഗിച്ച് തന്നെ ജൂതനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിന് ഇനി നേരം വിളിക്കുമെന്നൊന്നും നമുക്ക് ഉദ്ദേശമില്ല. പക്ഷേ മതപരമായ അവകാശം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാലവും ഇവർ ഈ ബാങ്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്. 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളികളും ഉണ്ടാക്കി മറ്റുള്ളവരെ ഉറങ്ങാനും സമ്മതിക്കില്ല, ഉണ്ണാനും സമ്മതിക്കില്ല, അവർക്ക് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കില്ല. ഇങ്ങനെ വിളിച്ചുകൂവി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഇവർക്ക് മലയാളത്തിലാക്കാൻ പറ്റുമോ? എൻ്റെ നബി മാത്രമാണ് അള്ളാഹുവിൻ്റെ അവസാനത്തെ ദൂതൻ. മുഹമ്മദ് നബി കഴിഞ്ഞാൽ പിന്നെ ഒരു ദൂതനില്ല. നമസ്കാരത്തിലേക്ക് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ വിജയിക്കും. വിജയത്തിലേക്ക് വരൂ. എൻ്റെ പടച്ചോനാണ് ഏറ്റവും വലിയ പടച്ചോൻ. ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ നിന്ന് മൈക്ക് കെട്ടി ഉറക്ക വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ മതം ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത്. മറിച്ച് ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണെങ്കിൽ, ഹിന്ദുക്കളാണ് ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, സാധിക്കുമോ എന്ന് മാത്രം. നന്ദി.